ഹായ് ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതെ, ഇത് ഞാൻ തന്നെ. ഹലോ ഗൈസ്, 5ാം ക്ലാസ്സിൽ വള്ളിയിക്കർ ഇട്ട് നടക്കുമ്പോൾ വേസ്റ്റ് ബിന്നിൽ പേപ്പർ എറിഞ്ഞിട്ടെന്ന് പറഞ്ഞു ഡ്യൂഡ് പെർഫെക്റ്റിന്റെ മലയാളം വേർഷൻ ഇറക്കി ഫേമസ് ആയി കോടികൾ വാരുന്നത് സ്വപ്നം കണ്ട് നടന്നവരാ ഞാനും പിന്നെ എന്റെ ചട്ടി ദോസ്തും. എന്നിട്ടെന്താ, പേപ്പർ ഉരുട്ടി എറിയുന്നത് കണ്ടുവന്ന അറബിക് സാറിന്റെ കയ്യിൽ നിന്ന് നിതമ്പത്തിൽ കിട്ടിയപ്പോ ആ ആഗ്രഹം ഒന്ന് വേണ്ടെന്ന് വെച്ച്. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി അടിപൊളി. ഒടുവിൽ ഇപ്പൊ PG പഠനം കഴിഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എന്നാ പിന്നെ അന്ന് ചെയ്യാതിരുന്ന കാര്യം ഇന്നങ്ങ് ചെയ്താലോ എന്ന്. No, God, please, no, 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 no. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഗുമസ്തേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ക്ലീനിങ് പരിപാടികളൊക്കെ നടന്ന് ഇപ്പോൾ അവിടെ മതിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അതിന് വെള്ളം അടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പോയി അടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറി ഇരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ്സ് ഉണ്ടാവും. ഗൈസ്, ബൈ ദ ബൈ, ആ മണപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പട്ടിലിയോ. അവനിപ്പോൾ ടെൻഷൻ അടിച്ച് തെക്കും മുടക്കം നടക്കുകയാണ്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ആകെ എക്സ്പ്രഷൻസ് മൊത്തം അങ്ങ് മാറും. ഇനിയിപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെന്ന് തോന്നുള്ളൂ. പക്ഷെ അവൻ്റെ റിസർവ് ടാങ്കിൽ കുറച്ചും കൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നത്. അതവൻ ഇത് കണക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ അവിടെ ഇവിടെ കേട്ട് കൊണ്ടുപോയി ഒഴിച്ചു വെക്കും. അപ്പുറത്ത് കുറച്ച് നിങ്ങളൊരു വെറ്റ് സ്പോട്ട് ഉണ്ട്, അതുകൊണ്ട് അവിടെ ഇത് കണക്ക് കുറച്ച് നേരത്തൊന്ന് ടെൻഷൻ വന്നപ്പോൾ അവനൊന്ന് ഒഴിച്ചാൽ ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ അവൻ വിചാരിച്ച് ഞാൻ പോയത്. ഇനിയിപ്പോൾ അവൻ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടി തുടങ്ങും. കണ്ട, ഇതാണ് ഇവിടെ ഉള്ള സ്ഥിരം പരിപാടി. ഓക്കെ, ഞാൻ ക്യാമറ ഞങ്ങൾ ശകലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ ഒരു ഗ്ലെയർ ഒക്കെ അടിക്കുന്നുണ്ട്. എടാ പോടാ, നിർത്തി പോടാ. അപ്പോൾ ലിയോ കുരക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് പോയി വെള്ളം അടിച്ച് വരാം. ഇതാണ് എൻ്റെ വീട്ടിലോട്ടേക്കുള്ള വഴി. ഇത് ആക്ച്വലി കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. ബട്ട് ലൈക്ക് എൻ്റെത് ഒരു കൊച്ചു വണ്ടി ആയതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഇതുവഴി താറൊക്കെ പോകാറുണ്ട്, പിന്നെ വലിയ വലിയ ലോറികളൊക്കെ പോകാറുണ്ട്. പക്ഷെ അത് കണക്കാരും സൂക്ഷിച്ചെടുക്കണം എന്നുള്ളൂ. സൂക്ഷിച്ചെടുക്കണം, അതാ. അങ്ങനെ ഞാനിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറിയേക്കാണ്. എനിക്ക് തോന്നി ക്യാമറ കുറച്ചും കൂടി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ആക്ച്വലി ഇതൊരു മൗണ്ടിൽ വെച്ചിട്ടാണ് ഉള്ളത്. സോ അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഈ വീഡിയോയ്ക്ക്. ഇവിടെ നമ്മുടെ അടുത്തൊരു അമ്പലമുണ്ട്, വലിയ അമ്പലം, ഒരു ധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ അവിടെ എപ്പോഴും ഭയങ്കര ആൾക്കാരും കാര്യങ്ങളാണ്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. അവിടെ ഇപ്പം അധികം ആൾക്കാരൊന്നുമില്ല, കാരണം ഇപ്പം പരിപാടിയൊന്നുമില്ല. രാത്രിയൊക്കെ അവിടെ ഫുള്ള് ലൈറ്റും വെച്ച് നല്ല രസം അവിടെ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി പേടിച്ചാണ് ഈ വ്ളോഗ് എടുക്കുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ മൗണ്ടിൽ വെച്ചിട്ടാണ് ഉള്ളത്. അത് എപ്പോഴാണെങ്കിലും ഇളകി വീഴാനുള്ള ചാൻസസ് മൊത്തം ഉണ്ട്. A few moments later. ആക്ച്വലി എൻ്റെ കസിൻ ഉണ്ട്, പുള്ളിക്കാരൻ ഇപ്പോൾ കാനഡയിലാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലെ തന്നെ ട്രാവൽ വ്ളോഗിങ് ഒക്കെ തുടങ്ങാം. കാരണം ഞാനും ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവലിങ്ങിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആള് നാട്ടിലുണ്ടാകുന്ന സമയത്താണെങ്കിൽ തന്നെ നമ്മൾ ചുമ്മാ എൻ്റെ വീട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങും എവിടെയെങ്കിലൊക്കെ പോകാൻ വേണ്ടി. ഫുഡ് സ്പോട്ട്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ലാസ്റ്റ് ഇത് പട്ടിക്കാട്ടിലെങ്കിലും എത്തിയിട്ട് തിരിച്ച് വരും. ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഗൈസ്, ഇതേ നമ്മൾ പിന്നെ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മളെ സ്ഥലം ഓൾമോസ്റ്റ് റീച്ച് ആയിരുന്നു. ഇത് എന്തിനോ വേണ്ടി കുഴിച്ചതാണ് ഇവിടെയൊക്കെ. ആക്ച്വലി ഇവിടെ ടാറിട്ട റോഡ് എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുതിലൊക്കെ ഓരോ തവണ വന്നിട്ടുണ്ട്. സോ അപ്പോഴൊക്കെ നല്ല റോഡായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ സംഭവിച്ച് ഇപ്പം ഇങ്ങനെയൊക്കെ ആയി.
ഈ അടുത്ത് വരുന്ന സമയത്ത് ഇവിടെ പൈപ്പൊക്കെ ഇടാൻ വേണ്ടി ഒരു കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയായത്. സോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നൊക്കെ നമ്മുടെ തന്നെ സ്ഥലം കേട്ടോ. നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം, ഈ ഗേറ്റ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ വണ്ടി ഇവിടെ നിന്ന് വെച്ചിട്ട് ഇനി ഗേറ്റ് പോയി തുറക്കണം. $2,000 years later. One eternity later. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. ഒരു ഗൈസോടെ ഒടുക്കത്ത വെയിലാണ്. ഞാനിങ്ങനെ ഇതാണ് എൻ്റെ വണ്ടി. സോ ഇവിടെ ഒടുക്കത്ത വെയിലാണ്. ഇവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ആകെ തളർന്നു. ഇവിടുത്തെ ബണ്ണിൻ്റെ ഒക്കെ പാക്കറ്റ് കിടപ്പുണ്ട്. ഇതിൻ്റെ ഒക്കെ ചാരി കയറി വന്നുണ്ട് അവിടെ. സോ ഇതാണ് നമ്മുടെ സ്ഥലം. ആണല്ലോ എസ്തെറ്റിക് ഷോട്ട്. What? Bro, what are you talking about, man? സോ ഇതാണ് നമ്മുടെ സ്ഥലം. ഇതിപ്പോൾ ഒരുമാതിരി ഞാൻ മറ്റേ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് കണക്കെയായി. ഇനിവേ ഇത് വിൽക്കാൻ വെച്ച സ്ഥലമൊന്നുമല്ല. സോ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കായിരുന്നു. യൂനോ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ക്ലീൻ ചെയ്തതിന് ശേഷം വരുന്നത്. ഈ സ്ഥലമായിട്ട് ഏകദേശം അമ്മ പറഞ്ഞത് 12-13 എത്ര വർഷമായിരുന്നാണ്. ഈ സമയത്തിനുള്ളിൽ ഞാൻ ഇതുവരെയായിട്ട് ഈ ഭാഗമൊന്നും കണ്ടിട്ട് പോലുമില്ല. ആ മതിൽ പോലും ഞാൻ കാണുന്നത് ഈ ക്ലീൻ ആക്കിയപ്പോഴാണ്. ആ കാണുന്നത് കണ്ടോ, ആ കൂമ്പാനം കിടക്കുന്ന സാധനങ്ങൾ, കൂമ്പാനം എന്നൊക്കെ പറഞ്ഞാൽ ആയിട്ടോണ്ടോ, കൂമ്പാനം എന്ന് വെച്ചാൽ ഹീപ്പാക്കി വെച്ചിരുന്ന സാധനങ്ങൾ മൊത്തം, കൂട്ടിയിട്ട് വെച്ചേക്കുന്ന സാധനങ്ങൾ മൊത്തം എന്താ പറയുക, ഇവിടെ ഉണ്ടായിരുന്ന അത്രയും പുല്ലും പിന്നെ മരമൊക്കെ നിങ്ങൾക്ക് കാണാം. ആ മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല പോയ തെങ്ങും അതുപോലെ തന്നെ അടയ്ക്കയുടെ മരമില്ലേ, കവുങ്ങും ആ സംഭവങ്ങളൊക്കെ. ഇത് അടയ്ക്കൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ടോ, ഈ സംഭവങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇത് മൊത്തം കേട് വന്ന് എല്ലാം ക്ലീൻ ചെയ്തതാണ്. ഇവിടുന്ന് തന്നെ കുറേ മരങ്ങൾ പോയിരുന്നു. ഇതിപ്പോൾ ബാക്കിയില്ലത് കണ്ടോ, അതെന്തോ മഹാഗണി അങ്ങനെ എന്തോ ആണെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ ഇവിടെ മൊത്തം കവുങ്ങ കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി. മേളിലോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ക്യാമറയെ കാണാൻ. പക്ഷേ അമ്മാതിരി വെയില. അവിടെ കണ്ടോ, അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിങ്ങനെ നോക്കിയിരിക്കാനൊക്കെ നല്ല രസമാണ്. ഇത് നമ്മൾ മുറിച്ചിട്ടൊന്നുമല്ല, ഇത് വേറെ ആരൊക്കെ മുറിച്ചിട്ടതാ. അവിടെ നിങ്ങൾക്ക് കാണാം ഇത് മൊത്തം വേസ്റ്റാണ്. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിച്ച് കളയാനാ. ബട്ട് ഇത് ഇങ്ങനെയൊക്കെ എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ നാട് മൊത്തം നിന്ന് കത്തും. അപ്പോൾ എനിക്കറിയില്ല. സോ ഇതാണ് നമ്മളെ കിണർ. സൂക്ഷിച്ചും കണ്ട് പോയില്ലെങ്കിൽ സുമേഷയാവും. സുമേഷേട്ടൻ്റെ എന്തായിരുന്നത്, സുഭാഷാവും. ഇതിൻ്റെ അകത്തെ മറ്റേ സംഭവം ഉണ്ട്, എന്താ ഇടുമ്പോ ഈ മുതല കണക്കുള്ള ഒരു സംഭവമില്ലേ, ആ സാധനമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. സോ ഇതാണ് നമ്മുടെ സ്ഥലം. സോ ഞാൻ എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ അവിടെ ഒരു ഡ്രം കാണാനില്ലല്ലോ ദൈവമേ, അത് അടിച്ചുകൊണ്ട് പോയോ. ആ ഡ്രമ്മ് ആക്ച്വലി ഞാൻ അവിടെ ബോർ വേണമെങ്കിൽ നമ്മൾ അവിടെ ഒരു പച്ച പൈപ്പ് കണ്ടു കാണും. ആ പൈപ്പ് വെച്ചിട്ട് ഇവിടെ വരെ ഒന്നും എത്തില്ല അതുവരെ ഒന്നും. സോ ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഈ ഡ്രമ്മിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടോ എന്ന് ആദ്യം നോക്കി നോക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, ചെളി വെള്ളമാണ്, ബട്ട് ഇതൊക്കെ മതി. സോ നമുക്ക് ഇത് വെച്ചിട്ട് അത് മൊത്തം നനയ്ക്കണം. അത് മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേവ് ഉണ്ട് അവിടെ മതിലിൻ്റെ സൈഡായിട്ട്, അതിപ്പോൾ കിട്ടിയതാണ്. അതും പിന്നെ അപ്പുറത്തെ ഭാഗമുണ്ട്, അതൊക്കെ ഒന്ന് നനയ്ക്കണം. പിന്നെ ആ പില്ലർ രണ്ടും അതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ്, അതൊക്കെ നനയ്ക്കണം. ആ സ്ഥലമൊക്കെ നല്ല രസം കേട്ടോ. അവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട്. ഇപ്പം ആ ഒരെണ്ണത്തിനെ കാണാനുള്ളൂ, ഒരു കുഞ്ഞൻ. പക്ഷേ അല്ലെങ്കിൽ ഇവിടെ കണ്ടവാനൊന്നും ഉണ്ടാവാറുണ്ട്. എൻ്റെ ഫോണൊക്കെ ചൂടായി. എനിവേ എന്തായാലും വെള്ളം അടിക്കാൻ വേണ്ടി പോന്നു. ഇനി അവിടെ നിന്നാണ്ടല്ലോ ഞാൻ കരിഞ്ഞു പോവും.
അമ്മാതിരി വെയില. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അടിപൊളി. ഇതിനും ഓട്ടയാ തീരുന്നേ. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും ഗൈസ്. തോട്ട കാരണം ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും പകുതി മുക്കാൽ വെള്ളം ഇങ്ങനെ തന്നെ പോയി തീരുന്നുണ്ട്. എന്തായാലും എന്താ എനിക്ക് തോന്നി ഞാൻ ഒരു 10-20 തവണ ഇപ്പം തന്നെ പോയി കാണും. പക്ഷേ ഈ വെയിലത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇമാതിരി ചൂടത്തൊക്കെ ഈ കൂലിപ്പണിയൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അതിൽ അത്രയും കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ ഉള്ള കാര്യം തന്നെ. ബട്ട് എന്തൊക്കെയോ വരും ഇമാതിരി വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസറും ഡീഹൈഡ്രേഷനും സ്ട്രോക്കും ഹീറ്റ് സ്ട്രോക്കൊക്കെ വരും. എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ഓരോ ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യണം. ബട്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടു വളരാത്ത ടൈപ്പ് ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ വെയിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. കഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് വെളുക്കും, അതൊക്കെ ഇവിടാൻ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കറുത്തുമ്പോൾ അയ്യ. ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ മതി പൊരിഞ്ഞൊരു സൗണ്ട് വരുന്നുണ്ട്. അതിനി ചൂട് കാരണമാണോ ഒന്ന് തേങ്ങ കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചൂടായിരിക്കും മേ ബി. എൻ്റെ ക്യാമറ ആംഗിളൊക്കെ ഒരുമാതിരി വൃത്തികെട്ട ആംഗിളായിരിക്കും. കാരണം ഈ വെയിലായതുകൊണ്ടേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ പില്ലറിന് ഇനി ഒരു വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് ഷിറ്റ് അപ്പുറത്തും വെള്ളമുണ്ട്, അത് നമുക്ക് പൈപ്പ് വെച്ചടിക്കാം. ഗൈസ്, അപ്പോൾ വെള്ളം അടിച്ച് കഴിഞ്ഞ് മോട്ടറൊക്കെ ഇട്ട് വെള്ളം അടിച്ച് ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടി കയറിയേക്കാണ്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ചൂടെടുത്ത് ഒരുമാതിരിയൊക്കെ ചൂടല്ല, വെയിലടിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ടാനൊക്കെ വന്നു തോന്നുന്നത്. സോറി ഗൈസ്, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തത് ഔട്ട്ഡ്രോ ചെയ്തില്ലാന്ന്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ. Okay, bye. Stop making noise.